കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സാമുദായിക പ്രാതിനിധ്യ കണക്ക് പുറത്ത്. ഇത് പ്രകാരം മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം കുറവാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. 2011 സെൻസസ് പ്രകാരം സംസ്ഥാന ജനസംഖ്യയുടെ 26.56% മുസ്ലിങ്ങൾക്ക് 13.51% മാത്രമാണ് സർക്കാർ അനുബന്ധ സർവീസുകളിൽ പ്രാതിനിധ്യം ഉള്ളത്. ജനസംഖ്യയുടെ 25%-ഓളമുള്ള ഈഴവ സമുദായത്തിന് 21.09% പ്രാതിനിധ്യമുള്ളപ്പോൾ മുന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് 36.08% പ്രാതിനിധ്യമുണ്ട്. ഇടത് വലത് സർക്കാരുകൾ മുസ്ലിങ്ങൾക്ക് വാരിക്കോരി നൽകുന്നുവെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണങ്ങളിലെ സംശയ ദൂരീകരണത്തിന് സംസ്ഥാന സർക്കാർ ധവളപത്രം പുറപ്പെടുവിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കെയാണ് സർക്കാർ ജീവനക്കാരുടെ സാമുദായിക പ്രാതിനിധ്യ കണക്ക് പുറത്തുവന്നത്. നിയമസഭയിൽ മുസ്ലിം ലീഗ് പ്രതിനിധി പി ഉബൈദുള്ളയുടെ ചോദ്യത്തിന് പാർലമെന്റ് അംഗമായതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ കെ രാധാകൃഷ്ണൻ നൽകിയ മറുപടിയിലാണ് കണക്കുകൾ ഉള്ളത്. ഇതുപ്രകാരം ജീവനക്കാരിൽ 36.08% പേരും മുന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ്. ആകെ സർവീസിലുള്ള 5,45,423 പേരിൽ 1,96,837 പേരും മുന്നാക്ക വിഭാഗത്തിൽ നിന്ന് ഉള്ളവരാണ്. ഇതിൽ 1,08,012 പേർ, അതായത് 19.8% നായർ അനുബന്ധ സമുദായത്തിൽ നിന്ന് ഉള്ളവരാണ്. 73,713 പേർ, 13.51% മുന്നാക്ക ക്രൈസ്തവ വിഭാഗക്കാരാണ്. ഈഴവ സമുദായക്കാർ 1,15,075 ആണ്, അതായത് 21.09%. മുസ്ലിം പ്രാതിനിധ്യമാവട്ടെ 73,774 ആണ്, അതായത് 13.51%. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് 22,542 പേർക്ക് 4.13% പ്രാതിനിധ്യമുണ്ട്. SC വിഭാഗത്തിൽ നിന്ന് 51,783 പേർ, 9.49%. ST വിഭാഗത്തിൽ നിന്ന് 10,513 പേർ, 1.92% സർക്കാർ ജീവനക്കാരായി ഉള്ളത്. OBC പ്രാതിനിധ്യം 2,85,335 ആണ്. ഇത് മൊത്തം സർവീസിലുള്ളവരുടെ എണ്ണത്തിന്റെ 52.31% രേഖകൾ പറയുന്നു. സംസ്ഥാന പിന്നാക്ക വിഭാഗം കമ്മീഷനാണ് പ്രത്യേക പോർട്ടൽ തുറന്ന് 2018 ജൂലൈ മുതൽ വിവിധ വകുപ്പുകളിലെ ജീവനക്കാരുടെ കണക്കുകൾ ശേഖരിച്ചത്. 2011 ശേഷം സെൻസസ് നടത്തിയിട്ടില്ലാത്തതിനാൽ സർക്കാർ സർവീസിലെ പ്രാതിനിധ്യത്തിൽ ഇനിയും അന്തരമുണ്ടാവുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 2011 സെൻസസ് പ്രകാരം സംസ്ഥാന ജനസംഖ്യയിലെ OBC പ്രാതിനിധ്യം 65 മുതൽ 70% ഇടയിലാണ്. മേൽപ്പറഞ്ഞ കണക്കുകൾ പ്രകാരം OBC വിഭാഗങ്ങളെ മൊത്തത്തിൽ പരിഗണിച്ചാലും ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്നാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. സംവരണം സംബന്ധിച്ചും ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം സംബന്ധിച്ചും ചർച്ചകൾ സജീവമായിരിക്കെയാണ് കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തെ ജാതി സെൻസസ് നടത്തണമെന്ന് ഒട്ടുമിക്ക പിന്നാക്ക സംഘടനകളും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായെങ്കിലും നടപടിക്രമങ്ങളിലേക്ക് പോലും കടന്നിട്ടില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടന പത്രികയിലെ പ്രധാന നിർദ്ദേശവും ജാതി സെൻസസ് നടപ്പാക്കും എന്നായിരുന്നു. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ജാതി സെൻസസ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾ അനർഹമായി പലതും നേടുന്നുവെന്ന വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവരുടെ കള്ളപ്രചാരണങ്ങളാണ് ഇതുവഴി പൊളിഞ്ഞത്. നേരത്തെ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും മുസ്ലിങ്ങൾക്ക് സർക്കാർ സർവീസിൽ വൻതോതിൽ പ്രാതിനിധ്യക്കുറവ് ഉള്ളതായി കണ്ടെത്തിയിരുന്നു. ബാക്ക്ലോഗ് നികത്താൻ നിർദ്ദേശം ഉയർന്നിരുന്നെങ്കിലും കാര്യമായ ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ല. ദേശീയ തലത്തിൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രാതിനിധ്യക്കുറവ് പരിഹരിക്കാൻ കേരളത്തിൽ പാലോളി കമ്മീഷൻ രൂപീകരിച്ചിരുന്നെങ്കിലും നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല.